ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സൗത്ത് അമേരിക്കയിലെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സൗത്ത് അമേരിക്കയിൽ നിന്നും ആദ്യം വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമും അർജന്റീനയാണ്. പക്ഷേ അവസാന മത്സരത്തിൽ ഇക്വഡോറിനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് അർജന്റീനയ്ക്ക് ഒരൽപ്പം നിരാശ പകരുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ സൗഹൃദ മത്സരങ്ങളാണ് അർജന്റീനയെ കാത്തിരിക്കുന്നത്. കേരളത്തിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം വേൾഡ് കപ്പിന് മുന്നേ അർജന്റീന കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അർജന്റീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം ഡയാരിയോ ഒലെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അർജന്റീൻ മാധ്യമമാണ്. അതായത് അടുത്ത വേൾഡ് കപ്പിനുള്ള ടീമിനെ ഏറെക്കുറെ ഇപ്പോൾ സ്കലോണി കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 15 താരങ്ങൾക്ക് ഇപ്പോൾ സ്ഥാനം ഉറപ്പായിട്ടുണ്ട്. അത് കൺഫേം ആണ്. സ്കലോണിയെ സ്ഥിരമായി കൊണ്ട് സ്ക്വാഡിൽ ഉൾപ്പെടുത്താറുള്ള ഒരു 15 താരങ്ങളുണ്ട്. അവരെ വേൾഡ് കപ്പിലേക്ക് പരിഗണിക്കാൻ സ്കലോണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മെസ്സി ഉൾപ്പെടും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടമെൻഡി, അതുപോലെ തന്നെ ഡി പോള്, എമിലിയാനോ മാർട്ടിനസ് തുടങ്ങിയ പല താരങ്ങളും അതിൽ ആ ഒരു 15 താരങ്ങളിൽ വരുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള 11 താരങ്ങൾ അവരിപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് ടീമിന്റെ അരികത്താണ് എന്ന് കൂടി ഡയാരിയോ ഒലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൺഫേം ആയിട്ടില്ല. പക്ഷേ ഈ 11 താരങ്ങൾ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആ 11 താരങ്ങളിൽ പെട്ടവരാണ് നിക്കോ പാസ്, അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ, ജൂലിയാനോ സിമിയോണി, ബാലർഡി എന്നിവരൊക്കെ. അങ്ങനെ 26 താരങ്ങൾ ഉള്ള ഒരു സ്ക്വാഡായിരിക്കും വേൾഡ് കപ്പിൽ ഉണ്ടാവുക. അതേസമയം ഈ ഒരു സ്ക്വാഡിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. ഒരുപക്ഷെ അത് 28 താരങ്ങൾ അതല്ലെങ്കിൽ 30 താരങ്ങൾ എന്നിങ്ങനെയൊക്കെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അർജന്റീനയും കൂടുതൽ താരങ്ങളെ വിളിച്ചേക്കും എന്നുള്ളതാണ്. അതേസമയം 15 താരങ്ങളെ ഒഴിവാക്കാൻ ഇപ്പോൾ സ്കലോണി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഡയാരിയോ ഒലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഇനി ഇടം ലഭിക്കാൻ സാധ്യതയില്ലാത്ത അതല്ലെങ്കിൽ സാധ്യത വളരെ കുറഞ്ഞ 15 താരങ്ങളുടെ ലിസ്റ്റ് ഡയാരിയോ ഒലെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. യുവാൻ മുസോ, യുവാൻ ഫോയ്ത്ത്, വാലന്റിൻ ബാർക്കോ, ഹൂലിയോ സോളർ, ഇക്കി ഫെർണാണ്ടസ്, അലൻ വരേല, എച്ചബേരി, വാലന്റിൻ കാർബോണി, ഫക്കു ബുവാനോറ്റെ, ടാറ്റി കാസ്റ്റയ്യനോസ്, ഏഞ്ചൽ കൊറേയ, പൗലോ ദിബാല, അലജാൻഡ്രോ ഗർണാച്ചോ, മറ്റിയാസ് സുലെ, ഫ്ലാക്കോ ലോപ്പസ്. ഈ 15 താരങ്ങൾക്ക് ഇനി ഇടം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഡയാരിയോ ഒലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എച്ചബേരി അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ പൗലോ ദിബാലയെ ഇനി സ്കലോണി പരിഗണിക്കാൻ സാധ്യതയില്ല. ഗർണാച്ചോക്കും ഇനി ഇടം ലഭിക്കാൻ സാധ്യതയില്ല. ഇക്കി ഫെർണാണ്ടസിന് ഇടം ലഭിക്കാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് ഡയാരിയോ ഒലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കേവലം സാധ്യതകൾ മാത്രമാണ്. എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും സംഭവിക്കാം. മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളെ അപ്പോഴേക്കും അഥവാ ജൂൺ മാസം ആകുമ്പോഴേക്കും സ്കലോണി പരിഗണിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഏറെക്കുറെ വേൾഡ് കപ്പിന് കൊണ്ടുപോവേണ്ട സ്ക്വാഡിന്റെ ഒരു ചിത്രം ഇപ്പോൾ സ്കലോണിക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.